അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അടിക്കണം ആ ഉസ്താദിനെ. അതെ, ഉസ്താദുമാരെ അടിക്കണം. കാരണം തലതിരിഞ്ഞു പോകുന്ന പുതുതലമുറയ്ക്ക് ദിശാബോധം നൽകുന്നവരാണവർ. കടമകളും കടപ്പാടുകളും എന്തെന്നറിയാതെ അധാർമികതയുടെ പടുക്കുഴിയിലാണ്ടു പോകുന്നവർക്ക് നേരിൻ്റെ നിലാവട്ടം പകർന്നു നൽകി സ്നേഹതീരത്തേക്ക് കൈപിടിച്ച് ആനയിക്കുന്നവരാണവർ. ധർമ്മത്തിന് കാവലിക്കുന്നവരോട് അധർമ്മകാരികൾക്ക് അടങ്ങാത്ത പക സ്വാഭാവികം മാത്രം. ഉസ്താദിനെ അടിച്ചെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചപ്പോൾ ഒരു വേള അതിലെ കമൻറ്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. അതെ, ഉസ്താദ്മാരെ അടിക്കണം, നിലയ്ക്ക് നിർത്തണം, നാട് കടത്തണം, ഇങ്ങനെ അനേകം അഭിപ്രായങ്ങൾ, അനേകം കമൻറ്റുകൾ. ഇതിലധികവും വർഗീയവാദികളും മുസ്ലിം നാമധാരികളും. നിരപരാധിയായ ഒരു ഉസ്താദിനെ അന്യായമായി അന്നത്തിന് മുമ്പിലിട്ട് അടിക്കുന്നത് ആഘോഷമാക്കുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണമെന്നറിയില്ല സഹോദരങ്ങളെ. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കലിയിളകി കടിച്ചു കയറുന്ന ആ മനുഷ്യ പിശാചിനെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള വേറെയും ഉസ്താദ്മാർ അവിടെ ഉണ്ടായിരുന്നിട്ടും തികഞ്ഞ സംയമനത്തോടെ അവനോട് സംവദിച്ച സംസ്കാരത്തിൻ്റെ പേരാണ് ഉസ്താദ്. അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചെന്ന സുഖത്തിൽ തിരിച്ചു പോരാൻ കഴിയില്ലായിരുന്നു. എന്നിട്ടും ആ ഉസ്താദിൻ്റെ അടുക്കൽ കാര്യമായ തെറ്റ് കാണും. അതുകൊണ്ടാണ് മറ്റുള്ളവർ പ്രതികരിക്കാറുന്നതെന്ന് കണ്ടെത്തിയ ചില ബുദ്ധിജീവികളുമുണ്ട്. അതവരുടെ ചിന്തയുടെ പ്രശ്നമാണ്. അഴുക്കുചാലിലൂടെ ഒരിക്കലും തേൻ ഒഴുകാറില്ലല്ലോ. ആ ഉസ്താദ് ഒരിക്കലും തെറ്റുകാരനായില്ലെന്ന് നാട്ടുകാരിൽ ചിലർ പിന്നീട് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ വ്രണങ്ങളിലല്ലേ ഈച്ച വന്നിരിക്കുകയുള്ളൂ. ഒന്നുറപ്പിക്കാം, സ്വന്തം മകൻ്റെ കൺമുമ്പിൽ വെച്ച് നിരപരാധിയായ ഉസ്താദിനെ അടിച്ചവർ അതേ മകൻ്റെ കൈകൊണ്ട് തന്നെ വേണ്ട വിധം അനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് പടിയിറങ്ങില്ല സഹോദരങ്ങളെ. ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന നിലപാടിൽ ഉറച്ചു നിന്ന നാട്ടുകാരോട് വേണ്ട, ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് ആ പാവം ഉസ്താദിൻ്റെ വാക്കുകൾ. ഏറെ ചിന്താനീയമാണ്. അങ്ങ് ത്വാഫിൻ്റെ മണലാരുണ്യത്തിൽ കല്ലെറിഞ്ഞ കാപാലികരെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നാഥ, ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻഗാമികൾക്കല്ലാതെ ഇതിന് കഴിയുമോ? ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, തീർച്ചയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.